ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എക്സലിനെ പറ്റിയിട്ടാണ്. എക്സലിൻ്റെ അതായത് നിങ്ങളിൽ പലരും എക്സൽ പഠിച്ചു തുടങ്ങുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരായിരിക്കാം. അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സലിൻ്റെ ബിഗിനർ ലെവൽ ടു അഡ്വാൻസ്ഡിലേക്ക്, അതായത് ബേസിക് ആയിട്ടുള്ള സ്കിൽസ് മാത്രമല്ല, ഇതിൽ ഒരുപാട് ടിപ്സും ട്രിക്സും അതുപോലെ തന്നെ ഷോർട്ട് കട്ട്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഇനി ഒരു ഡൗട്ടും ഇല്ലാത്ത വിധം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു കോഴ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എക്സൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്, അതായത് നിങ്ങൾക്ക് എക്സലിനെ പറ്റി ഒരു നോളജും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് അതിന് ഒരുപാട് ഈസി മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു ഡെസ്ക്ടോപ്പ് വ്യൂവിലാണ് അല്ലേ, അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് വിൻഡോയിലാണ് നമ്മളുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എക്സൽ എടുക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീസെൻ്റ്ലി യൂസ് ചെയ്തതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. അതല്ല എങ്കിൽ നിങ്ങൾക്കിവിടെ ഇനി അവിടെ കാണുന്നില്ല എങ്കിൽ സ്റ്റാർട്ടിൽ സെർച്ചിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എക്സൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും. അതല്ലാതെ എങ്ങനെ നമുക്കിത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം എന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. നമ്മുടെ മൗസിനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻ വരാം. അൺപിൻ ഫ്രം സ്റ്റാർട്ട് എന്നുണ്ട്. പിൻ ടു, അതായത് ഞാൻ ഓൾറെഡി പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാർട്ടിൽ, അതുകൊണ്ടാണ് അൺപിൻ ഫ്രം സ്റ്റാർട്ട് എന്ന് വന്നത്. അത് നിങ്ങൾക്ക് ചെയ്തു വയ്ക്കാം. അതല്ല പിൻ ടു ടാസ്ക് ബാർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ഇതാണ്, പിൻ ടു ടാസ്ക് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കിക്കോളാം. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ടാസ്ക് ബാറിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് നമുക്കിത് എക്സൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും എക്സൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി വേയിൽ എക്സൽ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളൊരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. എന്താണ് ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാനിതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതങ്ങ് ഓപ്പൺ ആയി. ഈ ഒരു വർക്ക് ബുക്കിൻ്റെ പേര് ബുക്ക് 1 എന്നാണ്. ഇത് തന്നെയാണ് എപ്പോഴും ബൈ ഡീഫോൾട്ട് എല്ലാ എക്സലിനും. അതായത് നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റമൊക്കെ ഓഫ് ചെയ്ത് വീണ്ടും ഇത് ഓപ്പൺ ചെയ്യാം, എക്സൽ ഓപ്പൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് വരിക, ബുക്ക് 1 എന്ന് തന്നെയാണ് വരിക. പക്ഷേ ഇപ്പോൾ തന്നെ ഞാൻ ഒരു വർക്ക് ബുക്ക് കൂടി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഫയലിൽ പോയിട്ട് ഞാൻ ന്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബ്ലാങ്ക് വർക്ക് ബുക്ക് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബുക്ക് 2 എന്നാണ് വരിക. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ എക്സലിൽ ഡീഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്യുന്നത് ബുക്ക് 1 ആയിരിക്കും. ദെൻ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതവിടെ മനസ്സിലായി. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ബുക്ക് 1 എന്തുകൊണ്ടാണ് ഇതിനെ ബുക്ക് എന്ന് പറയുന്നത്, നമ്മുടെ നോട്ട്ബുക്ക് ഇതിനെ നമുക്ക് എക്സാക്ട്ലി നമ്മുടെ ഒരു നോട്ട്ബുക്കുമായിട്ട് കമ്പയർ ചെയ്യാം. നോട്ട്ബുക്കിൽ എന്തുണ്ട്, കുറേ ഷീറ്റ്സ് ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സലിലും ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറഞ്ഞിട്ട് എത്ര ഷീറ്റ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ നോക്കിക്കോളാം, ഈ ഒരു പ്ലസ് സൈൻ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷീറ്റ് 2 ഓപ്പണായി, അതുപോലെ തന്നെ ഷീറ്റ് 3 ഓപ്പണായി. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഷീറ്റ്സ് ഇതിൽ ഓപ്പൺ ചെയ്ത് വെക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ട്ബുക്കിൽ കാണുന്ന പേജസ്. അപ്പോൾ നോട്ട്ബുക്കിനെ നമ്മൾ എന്താണ് പറയുക, ബുക്ക് എന്ന് തന്നെയാണ് അല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു വർക്ക് ബുക്ക് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഈ ഹോൾ തിങ്ങിനെ നമ്മൾ വിളിക്കുന്ന ഒരു വർക്ക് ബുക്ക് എന്നും അതിലുള്ള ഇൻഡിവിജ്വൽ പേജസിനെ നമ്മൾ വിളിക്കുന്നത് ഷീറ്റ് 1, ഷീറ്റ് 2, വർക്ക് ഷീറ്റ് എന്നുമാണ്. ഓക്കെ, വർക്ക് ഷീറ്റ് 1, വർക്ക് ഷീറ്റ് 2, വർക്ക് ഷീറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഹോളായിട്ട് നമ്മൾ വർക്ക് ബുക്ക് എന്നും പറയും. ഇപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഡാറ്റ എങ്ങനെ എൻ്റർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു കുറച്ച് കാര്യങ്ങൾ, അതായത് എങ്ങനെ ഡാറ്റ എൻ്റർ ചെയ്യാം എന്നുള്ളത് മാത്രം പറയാൻ വേണ്ടിയിട്ട് എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ താഴെയായിട്ട് നെയിം, ഇവിടെ നമുക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാം അല്ലേ, ഡിപ്പാർട്ട്മെൻ്റ് എന്നും കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ അതിനു മുന്നേ ഞാനൊരു കാര്യം കൂടി പറയാം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളൊരു സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഹൈലൈറ്റഡ് പോർഷനെ നമ്മൾ പറയുന്ന പേര് സെൽ എന്നാണ്. ഓക്കെ, എന്താണ്
അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ടേംസ് എന്തൊക്കെയാണ്? വർക്ക് ബുക്ക് പരിചയപ്പെട്ടു, വർക്ക് ഷീറ്റ് പരിചയപ്പെട്ടു, ഇപ്പോൾ പരിചയപ്പെടുന്ന സെല്ലാണ്. ഓക്കെ, തേർഡ് ടേം എന്ന് പറയുന്നത് സെല്ലാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് സെൽ അഡ്രസ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ റോയും കോളവും എന്താണെന്ന് അറിയണം. അതായത് ഞാനിവിടെ പറയാം. നമുക്ക് ഇവിടെ ഞാനിപ്പോൾ പറയുന്നു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് കോളത്തിലാണ് ഏത് റോയിലാണ് എന്നറിയണമെങ്കിൽ ഏത് കോളത്തിലാണ്? ബി കോളമിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് അല്ലേ? അതുപോലെ തന്നെ ഏത് റോയിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റോയിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൽ അഡ്രസ്സ് ഫൈൻഡ് ചെയ്യുക. സപ്പോസ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സെൽ അഡ്രസ്സ് എന്ന് പറയുന്നത് B2 എന്നാണ് പറയുക. അതായത് ബി കോളമിലും സെക്കൻഡ് റോയിലുമാണുള്ളത്. അങ്ങനെ B2 എന്നാണ് ഇതിൻ്റെ സെൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. സപ്പോസ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെൽ അഡ്രസ്സ് ഫൈൻഡ് ചെയ്യാൻ നമ്മളിങ്ങനെ നോക്കണമെന്നൊന്നുമില്ല. ഈ ഒരു സ്പേസ് കാണുന്നുണ്ടല്ലോ, ഇവിടെ വന്നിട്ടുണ്ട് D4 എന്നാണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തതിൻ്റെ അഡ്രസ്സ്. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ E8 എന്നാണ് ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൽ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്. ഇനി ഞാനിപ്പോൾ പറയാം, നമുക്ക് ചില സമയത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരാം അല്ലേ? അതായത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെല്ലും കഴിഞ്ഞ് പോയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം Nഉം Tയും ആ സെല്ല് കടന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ ശരിയാക്കുക? പലർക്കും വരുന്നൊരു പ്രശ്നമാണ്. ചിലപ്പോൾ നിങ്ങൾ നമ്പേഴ്സൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ചിലപ്പോൾ നമുക്ക് വരുന്ന സൈൻ എന്ന് പറയുന്നത് ഹാഷ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരുപാട് കമൻസിൽ എനിക്ക് കാണാം ഡൗട്ടായിട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്പർ വരുന്നില്ല, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹാഷ് ആണ് വരുന്നതെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്, നിങ്ങളുടെ സെല്ല് ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് നിങ്ങളുടെ ഡാറ്റ ഈ ഒരു സെല്ലിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സംഭവം. ഞാൻ പറഞ്ഞുതരാം, ക്ലിയർ ആക്കി തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്ലസ് സൈൻ ഉണ്ടല്ലോ, ഇവിടെ കാണുന്നില്ലേ ഈ പ്ലസ് സൈൻ, അത് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ല് വലുതാവും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു മെത്തേഡിൽ ഡ്രാഗ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഞാനിത് ഇങ്ങോട്ടേക്ക് തന്നെ ആക്കുകയാണ്. ഇനി വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹോൾ ഷീറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹോൾ ഷീറ്റ് അങ്ങ് സെലക്ട് ആവും. സെലക്ട് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് എവിടെ ആയാലും ശരി ഏതെങ്കിലും 2 കോളമിൻ്റെ മിഡിലേക്ക് വരിക. മിഡിലേക്ക് വന്നിട്ട് അവിടെ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാ കണ്ടൻസും തന്നെയും ഓരോ സെല്ലിലും ഫിറ്റ് ആവുകയും സെല്ലിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എനിക്ക് ഹെഡിങ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ഹെഡിങ് ആക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ എംപ്ലോയി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഹോൾ സെല്ല്, അതായത് നമ്മുടെ ഡാറ്റ ഉള്ളിടത്ത് അത്രയും സ്ഥലം നമ്മളൊന്ന് ആ പോർഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ. അതായത് ഞാനിവിടെ ഓരോ കാര്യം പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക. അപ്പോൾ മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഈ കംപ്ലീറ്റ്, അതായത് 1, 2, 3 എന്നുള്ള 3 സെല്ലുകൾ കംപ്ലീറ്റ് മെർജ് ആവുകയും ഇത് സെൻട്രലൈസ് ആവുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഹെഡിങ് ആയിട്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് വീണ്ടും അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ബോൾഡ് ഉണ്ട്, B അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോൾഡ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് കളറ് വേണമെങ്കിൽ കളറ് കൊടുക്കാം. കളർ ഇത് വേണ്ട എങ്കിൽ വേറെ സെലക്ട് ചെയ്തിട്ട് വേറെ കൊടുക്കാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇതിനെയാണ് ഞാൻ പല വീഡിയോയിൽ ഇതൊക്കെ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിബൺ എന്ന് പറയുന്ന ഒരു പോർഷൻ. അതുപോലെ തന്നെ അതിൽ കാണുന്ന ഈ ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട് ഇങ്ങനെ കാണുന്ന സംഭവങ്ങളാണ് ടാബ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് പേരൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കാം. ഇതിന് ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഫോണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതിൽ നമുക്ക് ഫോണ്ടിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. നമ്പറിന് വേണ്ടിയിട്ട്, അതായത് നമ്പർ ഫോർമാറ്റ്സ് ഒക്കെ എടുക്കുമ്പം അതിന് വേണ്ടിയിട്ട്, അങ്ങനെ നമുക്ക് ഒരുപാട് ഗ്രൂപ്പ്സ് ഇതിൻ്റെ കീഴിൽ അണ്ടറിലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സേവ് ആസിലേക്കും പോവാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സലിൻ്റെ വേർഷൻ ചെക്ക് ചെയ്യാന്നുള്ളത്. ഫയൽ എന്നുള്ള ഓപ്ഷൻ നമ്മൾ കണ്ടു. ഫയൽ ടാബിനെ പറ്റിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത്. ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ന്യൂ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ എക്സൽ ഷീറ്റ്സ് എന്ന് കുറേ വർക്ക് ബുക്കിലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ഏതെങ്കിലും വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബ്രൗസ് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡറിലേക്ക് പോവുക, അതായത് ബ്രൗസ് ചെയ്യുക. അങ്ങനെയുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്, ഷെയർ അവൈലബിൾ ആണ്, എക്സ്പോർട്ട് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിവിടെ പറയാം അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. കണ്ടല്ലോ, താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേർഷനാണെന്ന് എക്സൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ എന്നുള്ള, അതായത് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എക്സലിൻ്റെ വേർഷൻ ചെക്ക് ചെയ്യുന്നത്. സേവും സേവാസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സേവ് എടുക്കാം. ഓക്കെ, സേവ് എടുത്തിട്ട് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് ഇഷ്ടമുള്ള, അതായത് ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് അടിക്കാൻ പോകുന്നത്. ഡെസ്ക്ടോപ്പിൽ ബുക്ക് 1 എന്നല്ല, ഞാൻ റീനെയിം ചെയ്യാൻ പോവുകയാണ്. എന്താ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഡോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഡോക്ക് 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യാണ് ഡോക്യുമെൻറ്റ്. എന്നിട്ട് സേവ് അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ബുക്ക് 1 എന്ന് കാണാൻ പറ്റില്ല, പകരം ഡോക്ക് 1 XLSX എന്ന് പറഞ്ഞിട്ടാണ്. സപ്പോസ് ഞാനിവിടെ ഒരു പേര് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം, നിത എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുത്തു. ഇനി എനിക്ക് ഇതിനെ വീണ്ടും സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് തന്നെ ചെയ്താൽ മതി. ഓക്കെ, സേവായി. പക്ഷേ എംപ്ലോയി ഡീറ്റെയിൽസ് ഒക്കെ കുറേ ആഡ് ചെയ്തതിന് ശേഷം എനിക്ക് വീണ്ടും വേറൊരു ഫയലായിട്ടാണ് ഇത് സേവ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. എന്നിട്ട് ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പേരിൽ ഡോക്ക് 1 പകരം വേറൊരു പേരിൽ ഇതിനെ സേവ് ആസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സേവും സേവാസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഞാനിവിടെ സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് പറയാം. എങ്ങനെയാണ്? Ctrl+S ആണ് നമ്മൾ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് എന്താണ്? കൺട്രോൾ കീയും നമ്മുടെ കീബോർഡിലുള്ള എസ്സും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.